ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നല്ല രീതിയിൽ സ്നോ വീഴുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സ്നോയിൽ കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടക്കാം. അപ്പം നമുക്ക് പയ്യെ പുറത്തോട്ട് ഇറങ്ങാവേ. ഇവിടെയൊക്കെ സ്നോ വീണ് മൂടിക്കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, ചെടികളൊക്കെ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വണ്ടിയെല്ലാം സ്നോ മൂടി കിടക്കുകയാണ്. എന്താ നല്ല കട്ടിക്കാണ് കേട്ടോ വീഴുന്നത്. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. ഇന്ന് ജാനുവരി 6 അതുകൊണ്ട് ഇവിടെ ബാഡൻ ബുട്ടൻബർഗിന് ഇന്ന് അവധിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ആൾക്കാരെയൊന്നും റോഡിൽ കാണാത്തത്. അല്ലെങ്കിൽ കുറേ കാൽപ്പാട് കണ്ടേനെ ഇവിടെ. നമുക്ക് ഇതുവഴി ഒന്ന് നടന്നു നോക്കാവേ. ഇതുവഴി നടക്കാൻ നല്ല രസമാണ്. ഇത് ഇവിടുത്തെ പാർക്കാണേ, കുട്ടികൾ കളിക്കുന്ന പാർക്കാണിത്. പാർക്കൊക്കെ ഫുള്ള് സ്നോ മൂടി കിടക്കുകയാണ്. മരങ്ങളൊക്കെ നോക്കിക്കേ, ചെടി നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് സ്നോയാണ്. കണ്ട മരമൊക്കെ നോക്കി, അതിൻ്റെ കൊമ്പിലൊക്കെ ഫുള്ള് സ്നോയാണ്. നമ്മുടെ ഈ ഒരു സ്റ്റുട്ട്ഗാർട്ടിൽ ജാനുവരിയിലാണ് കേട്ടോ നന്നായിട്ട് സ്നോ വീഴുന്നത്. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. എൻ്റെ കോട്ടിലൊക്കെ വീഴുന്നുണ്ട്. രാവിലെ ഡോഗുമായിട്ടൊക്കെ നടക്കാൻ പോകുന്നവരുടെ കാൽപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, സൂപ്പർ അടിപൊളി. ഇന്നെൻ്റെ മോളുടെ ഈ വഴി നോക്കിക്കാൻ നല്ല രസമുണ്ട് കാണാൻ. ഒറ്റ ഇല പോലും ഇല്ല ഈ മരത്തിൽ, പക്ഷെ ഫുള്ള് സ്നോയാണ്. ഇന്നിപ്പോൾ രാവിലെ 9 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ രാത്രി തൊട്ട് പെയ്യുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിവിടെ -12 വരെയും പോകുന്നുണ്ട് ടെമ്പറേച്ചർ. ഇവിടെ തണുപ്പ് മാത്രമായിട്ട് വരുമ്പോൾ ഒരു രസം കാണത്തില്ല. തണുപ്പും സ്നോയും കൂടി കാണുമ്പോഴാണ് കേട്ടോ നമുക്കൊരു സന്തോഷം. ഇതൊക്കെ ഇവിടുത്തെ സമ്മർ ഹൗസ് ആണേ. ഇതൊക്കെ ബ്ലാക്ക്ബെറിയുടെ ചെടിയാണ് നിൽക്കുന്നത്. അപ്പം സമ്മർ ടൈമിലൊക്കെ നന്നായിട്ട് അതിൻ്റെ ബ്ലാക്ക്ബെറി പിടിക്കാറുണ്ട്. അപ്പം നമ്മളതെല്ലാം പറിക്കും. എല്ലാവരും ഇവിടെ, ഒട്ടുമിക്ക എല്ലാവരും ഇവിടെ വന്ന് പറിക്കും കേട്ടോ ബ്ലാക്ക്ബെറി. റോഡ് സൈഡിലൊക്കെ കുറേ ചെടികൾ കാണും. അപ്പം എല്ലാവരും വന്ന് ബ്ലാക്ക്ബെറി ഒക്കെ പറിക്കും. ഇത് ആപ്പിൾ ട്രീ ആണേ ഇനി നിൽക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു സമ്മർ ഹൗസിൽ ഇവരിവിടെ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം കണ്ടോ, എല്ലാം പറിച്ചൊക്കെ കളഞ്ഞു വിൻ്റർ ആയതുകൊണ്ട്. സൂപ്പർ. ഇതൊക്കെ സമ്മർ ഹൗസ് ആണേ. വഴിയൊക്കെ ഞങ്ങളിടക്ക് നടക്കാൻ വരുന്ന വഴിയാണ് കേട്ടോ. വൈകുന്നേരം ഇടയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി നടക്കാനായിട്ടൊക്കെ വരും ഇതുവഴി. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണേ. അപ്പോൾ വൈകുന്നേരം ചെറിയ സെലിബ്രേഷനൊക്കെ ഉണ്ട്. തെന്നിയൊക്കെ പോകണുണ്ട് കേട്ടോ നടന്നിട്ട്. ഇത് താഴത്തോട്ട് ഇറക്കമാണ് നല്ല. കണ്ടോ ഈ മരമൊക്കെ നോക്കിയേ. ഈ ഒരു സ്ഥലം മഞ്ഞ് മൂടി കിടക്കുമ്പം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ഹെവനായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഫുള്ള് വൈറ്റും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. തെന്നിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പയ്യാണ് അതുകൊണ്ട് നടക്കുന്നത്. നന്നായിട്ട് തെന്നുന്നുണ്ട്. എൻ്റെ ഷൂവിന്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷൂവിന് കുറച്ച് ഗ്രിപ്പ് കുറവാണ്. അതുകൊണ്ടാണ് സ്ലിപ്പായിട്ട് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ സമ്മർ ഹൗസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. അല്ലെങ്കിലും ഇവിടെ സൗണ്ട് ഒന്നും കേൾക്കാറില്ല. ഇവിടെ അല്ലെങ്കിലും അവധിയുള്ള ദിവസങ്ങളിൽ
സൗണ്ട് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്. സമ്മർ ഹൗസ് ആണേ ഉള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ആരെങ്കിലും വാങ്ങിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ ആപ്പിൾ ട്രീ ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. കണ്ടോ, ഇതൊക്കെ സമ്മർ ഹൗസ് ആണ്. ആലോചിച്ചിരുന്നത് ഞാൻ ഫസ്റ്റില് വരുന്നതിന് മുമ്പ് ഓർത്തത് ഈ ഒരു സ്നോ ഫ്ലേക്സ് ചിലപ്പോൾ എല്ലാവരും വരയ്ക്കുന്നത് ആ ഒരു ഷേപ്പ് വെറുതെ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കുറേ ഷേപ്പ് ഉണ്ടെന്ന്. കണ്ടോ, അതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ, നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാണുന്നതെല്ലാം സമ്മർ ഹൗസ് ആണ്. ഞാൻ സമ്മർ ഹൗസിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണണേ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാവ്, നോക്കിക്ക് എന്ത് രസാന്ന്. ഈ കാണുന്നതും ആപ്പിൾ ട്രീ തന്നെയാണേ. ഇതിപ്പം ഇന്ന് അവധി ആയതുകൊണ്ടാണല്ലേലും ഈ ഒരു സ്ഥലത്തല്ലേലും ആൾക്കാർ കുറവായിരിക്കും വരുന്നത്. ഇടക്ക് ഡോഗിനെയും കൊണ്ടൊക്കെ നടക്കാൻ മാത്രമേ വരാറുള്ളൂ കേട്ടോ ആൾക്കാർ, അല്ലെങ്കിൽ വല്ല ജോഗിങ്ങിനോ അതിനൊക്കെ മാത്രമേ വരാറുള്ളൂ കേട്ടോ. അല്ലാതെ ആൾക്കാരും ഈ ഒരു സ്ഥലത്തേക്ക് വരാറില്ല. പിന്നെ ഈ സമ്മർ ഹൗസിൽ വരുന്ന ആളുകളും കാണും, അത്രേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നത് പിയർ ട്രീ ആണേ. വാവ്, ദേ അവിടെ ഒരു സ്ക്യൂറല് പോണുണ്ട് കേട്ടോ, അവിടെ ഒരു അണ്ണാൻ പോണുണ്ട്. കണ്ടോ, അവിടെ ഒരു അണ്ണാൻ പോണുണ്ട്. അണ്ണാൻ ഇരിപ്പുണ്ട് ആ ഒരു മരത്തില്. കണ്ടോ, കണ്ടോ ആ ഒരു മരത്തില് അണ്ണാൻ ഇരിപ്പുണ്ടേ. അതവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. എന്താല്ലേ രസം. ഈ ഫോണിൽ കാണുന്നത് പോലെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ സത്യത്തില്. ഫോണിൽ അത്രയും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഫോണിൽ അത്രയും ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാനായിട്ട് എന്തായാലും സൂപ്പറാണ് കേട്ടോ. എന്റെ കണ്ണിലോട്ടൊക്കെ ഫുള്ള് വീണോണ്ടിരിക്കുവാണ് സ്നോ. അപ്പൊ ഇതിൻ്റെ അകത്ത് സ്നോയിൽ കൂടിലുള്ള സ്നോ ഉള്ള ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഇവിടുത്തെ കൃഷി ചെയ്യുന്ന സ്ഥലമാണേ. ഇപ്പൊ കൃഷിയൊന്നും ഇല്ല, വിന്റർ ആയതുകൊണ്ട്. കണ്ടോ, അവിടെയും ഫുള്ള് സ്നോ മൂടി കിടക്കുവാണ്. അപ്പൊ ഇത് നോക്കിക്കേ, ഒരു ഹെവൻ പോലെ ഉണ്ടല്ലേ. ഇവിടുത്തെ സ്കൂളാണേ. കണ്ടോ, ആൾക്കാരൊക്കെ അവിടെ ഡോഗിനെയും കൊണ്ട് നടക്കുന്നുണ്ടേ. ഒരു ഹെവൻ പോലെ തോന്നുന്നു കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നിങ്ങളെ സ്നോ വീഴുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് റോഡാണേ. റോഡ് നോക്കിക്കേ, വണ്ടിയൊന്നും ഓടാത്തത് കൊണ്ട് തന്നെ ഒരു പാട് പോലും ഇല്ല കേട്ടോ റോഡില്. എനിക്കൊന്നും ഒരു സൈക്കിൾ മാത്രമേ ഇതുവഴി പോയിട്ടുള്ളൂ കേട്ടോ. 2 സൈക്കിള് മാത്രമേ ഇതിൻ്റെ അകത്തോട് പോയിട്ടുള്ളൂ. ഒരു പാടത്ത് ഒത്തിരി റാബിറ്റ് ഉണ്ട്, അത് ചാടിപ്പോയ പാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇച്ചിരി പാനിപ്പൂരി ഉണ്ടാക്കാൻ പോവാണേ. അപ്പം ഇത് രണ്ടും ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാനിവിടെ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഉണ്ടാക്കാം. എല്ലാ കൂട്ടമൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ ഈ ഒരു മസാല മാത്രം മതിയാകും ഇതിൻ്റെ അകത്ത് ആ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. കുറച്ചായിട്ട് പൊരിച്ചെടുക്കുവാണേ. ഞാനിപ്പം കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ശരിയാക്കാം. മാഷ് ചെയ്ത പൊട്ടറ്റോയിലോട്ട് ഞാൻ ഈ മസാല ആഡ് ചെയ്യുവാണ് കേട്ടോ. കുറച്ച് ഞാനിവിടെ കുറച്ച് പുളിയും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ പുളിവെള്ളവും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും കൂടി ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. ഈ ഒരു മസാല ഉണ്ടെങ്കിൽ ഈ ഒരു പാനിപ്പൂരിയുടെ കൂട്ടുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒരു പൊട്ടറ്റോയിലോട്ട് കുറച്ച്
സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തേ. ഞാൻ ഈ ഒരു പൊട്ടറ്റോയിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. കാരണം ഈ ഒരു മസാലയ്ക്ക് കുറച്ച് എരിവൊന്നും ഇല്ല. അപ്പം ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഇതിപ്പം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാവേ. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാനത്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇത് കഴിച്ചു നോക്കുവാണ്. കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാവാ? അപ്പം ഇത് കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുറത്ത് ഇപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കി വീഡിയോ വൈകുന്നേരം കുഞ്ഞിൻ്റെ സെലിബ്രേഷൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.